ചെറിയതുണ്ടാക്കുന്ന പായസമൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ. ഇനിയിപ്പോൾ ചെറിയത് ആരാന്നും ചോദിച്ച് വരണ്ട, എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് എൻ്റെ നാത്തൂനാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു സേമിയ പായസം ഉണ്ടാക്കാം. 2 കവറ് പാലും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് പാല് തിളക്കാൻ വെച്ചേട്ടാ. പിന്നെ സേമിയ അതേ വറുത്തെടുക്കുന്നുണ്ട്. സേമിയ വറുക്കുന്ന പാത്രം ഇളക്കാനുള്ളൊരു ഇടം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പാത്രം ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തേട്ടാ. അപ്പം നല്ലപോലെ ഈ സേമിയ റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ തിളച്ച പാലിലോട്ട് അത് ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. ഞങ്ങൾ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 3 സ്പൂൺ പഞ്ചസാര മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഏലക്കാടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു 3-4 ഏലക്ക ഇങ്ങനെ പിച്ചിക്കീറി കൈ കൊണ്ട് തന്നെ പിച്ചിക്കീറി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഏലക്കാടെ ഫ്ലേവർ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ എൻ്റെ നാത്തൂൻ പറഞ്ഞ ഏലക്ക ഇട്ടാലേ ആ പായസത്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ ഏലക്ക ഇട്ട് പിന്നെ കുറച്ച് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതേ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സേമിയ പായസം റെഡി. പിന്നെ ലാസ്റ്റിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണേ. പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മേമ വന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നത് പായസം കുടിക്കുകയാണ്. പുറത്താണ് കേട്ടോ ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് പൊതുവേ പുറത്തിരുന്ന് കഴിക്കാനൊക്കെയാണ് ഇഷ്ടം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പായസം. പക്ഷേ 2 ഗ്ലാസ്സിൽ കൂടുതൽ ഞാൻ കുടിക്കാറില്ല. 2 ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ മൊത്തടിക്കും.